പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് അനിൽ ഇമ്മാനുവേൽ. നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന ശുശ്രൂഷയിൽ ആദ്യത്തെ എപ്പിസോഡ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരുന്ന ഒരു ദൈവത്തെ തിരുവചനം ശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവാക്യമാണ്. പ്രകാരമാണ് ആ വചനം പറയുന്നത്: ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ആ ദിവസത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, അത് പിതാവ് മുൻകൂട്ടി നിശ്ചയിച്ച കാലമാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ കാലഘട്ടത്തിൽ നിറവേറുന്ന ഒത്തിരിയേറെ പ്രവചനങ്ങൾ, തിരുവചനങ്ങൾ, ഈ കാലഘട്ടത്തിൻ്റെ പ്രവചനങ്ങൾ ഒത്തിരിയേറെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈശോ തന്നെ ഒത്തിരി കാലത്തിൻ്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഉണർന്നിരുന്ന് ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. കർത്താവ് രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം സുവിശേഷത്തിൽ ഒരുങ്ങിയിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നമ്മൾ മറക്കരുത്. ഒരുങ്ങിയിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി, ഒരു 100 വർഷമായി പരിശുദ്ധ ദൈവമാതാവ് ഈ ലോകത്തോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള മരിയൻ അപ്പാരിയേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫാത്തിമ, ലാസലേറ്റ്, മെഡ്ജുഗോറിയ, കിബഹയിലെ മാതാവ്, ലൂർദിലെ മാതാവ്, അങ്ങനെ കത്തോലിക്ക സഭ ഭാഗികമായും പൂർണ്ണമായും അംഗീകരിച്ച സന്ദേശങ്ങൾ, അതുപോലെ നമ്മുടെ കഞ്ചിക്കോടുള്ള റാണി ചേച്ചിയുടെ സന്ദേശങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം ദൈവമാതാവ് ഈ ലോകത്തോട് ഒന്നേ പറയുന്നുള്ളൂ: മാനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുദപിക്കുക, പരിത്യാഗം ചെയ്യുക, പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക. സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഈ ലോകത്തോട് ഒരു 100 വർഷമായി ആവർത്തിച്ച് ഒന്നേ പറയുന്നുള്ളൂ: മാനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് റോസാമിസ്റ്റിക്ക മാതാവിലൂടെ ഈ ലോകത്തോട് എന്താണ് പറഞ്ഞത്? മൊണ്ടിക്യാരിയിൽ പെരിന ഗില്ലി എന്ന ഒരു സിസ്റ്ററിന് വെളിപ്പെടുത്തിക്കൊണ്ട് എന്താണ് സംസാരിച്ചത്? നമുക്കറിയാം, മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ 3 റോസാപ്പൂക്കൾ. റോസാമിസ്റ്റിക്ക മാതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാതാവിൻ്റെ ഹൃദയത്തിൽ 3 പൂക്കൾ: വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറം. നമുക്കറിയാം, അമ്മ മാതാവ് പറയുകയാണ്, ഈ വെള്ളപ്പൂവ്, വെള്ള റോസാപ്പൂവ് അത് വിശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. ചുവന്ന റോസാപ്പൂവ് അത് പരിത്യാഗ പ്രാർത്ഥനയാണ്. സ്വർണ്ണ നിറമുള്ള റോസാപ്പൂവ് അത് പരിഹാര പ്രായശ്ചിത്ത പ്രാർത്ഥനയാണ്. അമ്മ മാതാവ് പറയുകയാണ്, ഈ ലോകത്തോട് പറയുകയാണ്, നിങ്ങൾ ലോകം മുഴുവനും വേണ്ടി വിശുദ്ധിയോടുകൂടെ പരിഹാരം ചെയ്ത്, പരിത്യാഗം ചെയ്ത്, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 100 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധയോ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു 100 വർഷം യഥാർത്ഥമായി പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്പം കൂടി തുറന്നു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഫാത്തിമയിൽ എന്താണ് ദൈവമാതാവ് നമ്മൾ പറയുന്നത്? നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്രസർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അമ്മ മാതാവ് പറയുകയാണ്, നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. അതേ, സാത്താനുമായി, അവൻ്റെ ദൂതന്മാരുമായി, ഈ ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ നമ്മളൊരു യുദ്ധത്തിലാണ്. അത്രമാത്രം പാപം നിറഞ്ഞ് കവിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വീണ്ടും പരിശുദ്ധ ദൈവമാതാവ് മെഡ്ജുഗോറിയിൽ പറയുകയാണ്, ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനും മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. അമ്മ പറയുകയാണ്, ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള സമയമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. എന്താണ് മാനസാന്തരം? എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച്, ലോകത്തിൻ്റെ അരൂപികൾ ഉപേക്ഷിച്ച്, നിത്യജീവൻ ലക്ഷ്യമാക്കി കർത്താവ് സുവിശേഷം പ്രഘോഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. ഇതാണ് യഥാർത്ഥമായ മാനസാന്തരം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധ ദൈവമാതാവ് മെഡ്ജുഗോറിയിൽ പറയുകയാണ്, ഇത് പിശാചിന് അനുവദിക്കപ്പെട്ട സമയമാണ്. ഇത് പിശാചിന് അനുവദിക്കപ്പെട്ട സമയമാണ്. മുഴുവൻ ലോകത്തിൻ്റെ മേലും അന്ധകാരം ആധിപത്യം പുലർത്തിയിരിക്കുന്നു. ഇന്ന് വളരെയധികം മനുഷ്യരും വിശ്വാസമില്ലാതെയാണ് ജീവിക്കുന്നത്. പലർക്കും യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അമ്മ മാതാവ് പറഞ്ഞു, ഫാത്തിമയില് നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. ഇവിടെ മെഡ്ജുഗോറി പറയുകയാണ്, ഇത് പിശാചിന് അനുവദിക്കപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പാപത്തിന്റെ പെരുക്കം. ദൈവമാതാവ് ആവർത്തിച്ച് ലോകത്തിൽ പറയുന്നുണ്ട്, പാപം അതിൻ്റെ ഉച്ചകോടിയിലാണ്. ഈ ലോകം പാപം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പരിത്യാഗം ചെയ്ത്, പരിഹാരം ചെയ്ത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വീണ്ടും പരിശുദ്ധ ദൈവമാതാവ് ഇപ്രകാരം പറയുകയാണ്. ലാസലേറ്റ് മാതാവ്, നമുക്കറിയാം, ലാസലേറ്റ് മാതാവിൽ പറയുകയാണ്, സാത്താന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ നൂറ്റാണ്ടിൽ അവനൊരുക്കുന്ന കെണികളിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയോട് ചേർന്ന് അണിനിരക്കുക. കണ്ടോ, ലാസലേറ്റ് അമ്മ പറയുകയാണ്, ഇത് സാത്താന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട നൂറ്റാണ്ടാണ് നമ്മ മാതാവ് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരിയേറെ സന്ദേശങ്ങളുണ്ട്. ലാസ്ലേറ്റിൽ വീണ്ടും പറയുകയാണ് അമ്മ മാതാവ്, ദൈവ കോപത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. ജനം മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ നന്ദികേടുകൾക്കെതിരെ ദൈവനീതിയുടെ കോപം ജ്വലിക്കും. എൻ്റെ പുത്രൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ, അമ്മ പറയുകയാണ്, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ സമയം
ആഗതമായിരിക്കുന്നു. നമ്മളിത് ഈ കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശം പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. കണ്ടോ, നമ്മൾ ഈ കാലഘട്ടത്തിലെ ചുവരെഴുത്തുകൾ, കാലത്തിന്റെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിളില് അവസാന കാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത്. വീണ്ടും പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ സന്ദേശം, അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളവരെ വീണ്ടും അമ്മ മാതാവ് ഈ ലോകത്തോട്, നമുക്കറിയാം, കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ അപ്പാരിയേഷൻ, ഇത് നമ്മുടെ പ്രാദേശിക സഭ അംഗീകരിച്ചിട്ടുള്ള സന്ദേശമാണ്. അതില് 51ഓളം സന്ദേശങ്ങള് അമ്മ മാതാവ്, അത് രണ്ടാം വരവിൻ്റെതായ സന്ദേശങ്ങള്, നമ്മള് ഫാത്തിമ, ലാസലേറ്റ്, ഗരബന്താള്, മെഡ്ജുഗൊറിയ, പ്രത്യേകിച്ച് ഗരബന്താൾ അപ്പാരീഷനുമായി ബന്ധപ്പെട്ട വലിയ സാമ്യമുള്ള അടയാളങ്ങൾ, സന്ദേശങ്ങളാണ് കഞ്ചിക്കോട് 1996 കാലഘട്ടം മുതൽ ദൈവമാതാവ് റാണി ചേച്ചിക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് നൽകിയ സന്ദേശങ്ങള്, അതിൻ്റെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഞാനിവിടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രാദേശിക സഭ അംഗീകരിച്ചിട്ടുള്ള അപ്പാരീഷനാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അപ്പാരീഷനാണ് കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ അപ്പാരീഷൻ. 1996 കാലഘട്ടം മുതലാണ് അവിടെ ദൈവമാതാവ് റാണി ചേച്ചിക്ക് സന്ദേശങ്ങൾ നൽകിയത്. ഇന്നത് ആ ഭവനം കത്തോലിക്ക സഭ ഏറ്റെടുത്തു. നമുക്കറിയാം, കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് പഞ്ചതങ്ങള്, വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുമ്പോൾ മാംസമായി മാറിയതൊക്കെ ഒത്തിരി അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അമ്മ മാതാവ് പറയുകയാണ്, ഈ സന്ദേശങ്ങൾ കേവലം പ്രവചനങ്ങൾ എന്നതിലുപരി വരാനിരിക്കുന്ന വലിയ ആത്മീയ യുദ്ധത്തെ അതിജീവിക്കാനും ഈശോയുടെ രണ്ടാം വരവിനായി ഒരുങ്ങാനും മനുഷ്യരാശിയെ സങ്കീർത്തന ശൈലിയിൽ ഓർമ്മിപ്പിക്കുന്നവയാണ്. അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യക്തവുമായ സന്ദേശങ്ങളെ താഴെ പറയുന്ന വിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത് അമ്മ മാതാവ് പറയുകയാണ്, കൃപയുടെ കാലം അവസാനിക്കാറായി എന്ന മുന്നറിയിപ്പ്. മക്കളെ, ഇത് കൃപയുടെ അവസാന മണിക്കൂറുകളാണ്. മാനസാന്തരപ്പെടാൻ ഇനിയൊരു അവസരം ലോകത്തിന് ലഭിച്ചെന്ന് വരില്ല. സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം. ഒരു 100 വർഷമായി വിശുദ്ധ ഫൗസ്റ്റീനാമയിലൂടെ, വിശുദ്ധ പാദ്രേപ്പിയയിലൂടെ, ഒത്തിരി വിശുദ്ധരിലൂടെ അമ്മ മാതാവ് ഈ ലോകത്തെ ഒരുക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ഈ കൃപയുടെ കാലഘട്ടം നമ്മൾ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നമ്മൾ വിനിയോഗിക്കണം. പ്രാർത്ഥന, ഉപവാസം മാത്രമല്ല, അനുദിന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ മാതാവ് പറയുകയാണ്, ഇത് കൃപയുടെ അവസാന മണിക്കൂറുകളാണ്. വീണ്ടും അമ്മ മാതാവ് പറയുകയാണ്, ആഗോള പ്രകാശനവും മുന്നറിയിപ്പും. രണ്ടാം വരവിന് മുൻപായി ലോകത്തിലെ എല്ലാ മനുഷ്യരും തങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു നിമിഷമുണ്ടാകുമെന്ന് കഞ്ചിക്കോട് സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. ആ സമയത്ത് ഓരോരുത്തരും തങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങൾ ഓർത്ത് ദൈവത്തോട് കരഞ്ഞ് മാപ്പപേക്ഷിക്കും. ഇത് ലോകത്തെ മുഴുവൻ ഒരുമിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കാനായി സ്വർഗം നൽകുന്ന വലിയ അടയാളമായിരിക്കും. ഈ സന്ദേശങ്ങളും ഗരബന്താൾ സന്ദേശമായി വലിയ സാമ്യമുണ്ട്. നമുക്കറിയാം, അതിന് വലിയൊരു വിഷയമാണ്. നമ്മൾ മറ്റൊരു അവസരത്തിലാണ് ഈ ഒരു ചിന്ത പങ്കുവെക്കുന്നത്. കാരണം നമുക്കറിയാം, മഹാമുന്നറിയിപ്പ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിതന കർത്താവിൻ്റെ രൂപം വാനത്തില് ആകാശത്തില് ലോകത്തുള്ള സകല മനുഷ്യർക്കും കാണുകയെ, വീണ്ടും യുഗാന്ത്യത്തിന്റെ അവസാനത്തിൽ കർത്താവ് അത് ലോകം മുഴുവൻ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, രക്ഷയിലേക്ക് വരുവാൻ വേണ്ടി നൽകുമെന്നുള്ള ഒത്തിരിയേറെ സന്ദേശങ്ങൾ വിശുദ്ധ ഫൗസ്റ്റീന നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് ഗരബന്താളില്, കഞ്ചിക്കോട്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. നമ്മൾ അത് മറ്റൊരു അവസരത്തിലാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ വീണ്ടും പറയുകയാണ്, അമ്മ മാതാവ് റാണി ചേച്ചിയോട് കത്തോലിക്ക സഭ നേരിടുന്ന ആത്മീയ പ്രതിസന്ധി
സഭയ്ക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിശ്വാസത്യാഗത്തെക്കുറിച്ചും ഭിന്നതകളെക്കുറിച്ചും മാതാവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വീണ്ടും അമ്മ മാതാവ് പറയുകയാണ്, വൈദികരും സന്യസ്തരും പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറരുതെന്നും സാത്താൻ അവരെയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നതെന്നും സന്ദേശങ്ങളിൽ പറയുന്നു. ചില 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാത്താന്റെ പ്രധാനപ്പെട്ട തന്ത്രമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നും ഒരു വ്യക്തിയെ അകറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, അമ്മ മാതാവ് ചെയ്യുന്ന ദൗത്യം എന്താണ്? ഓരോ ആത്മാക്കളെയും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ഒട്ടിച്ചേർക്കുക, നിത്യരക്ഷയ്ക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ദൈവമാതാവ് നൽകുന്നത്. ഞാനൊരു ഹിന്ദുവായിരുന്നു. എന്നെ ഈശോയിലേക്ക് കൊണ്ടുവന്നതും ഈശോയോട് ചേർത്ത് വെച്ചതും ഇന്ന് കത്തോലിക്ക സഭയിലായിരിക്കുവാൻ വേണ്ടി അതിനുള്ള ഏക മാധ്യസ്ഥം എൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ ധൈര്യപൂർവ്വം പറയുകയാണ്. സാത്താൻ അറിയാം, പരിശുദ്ധ അമ്മയിൽ നിന്നും അകറ്റാതെ കത്തോലിക്ക സഭയിൽ നിന്നും ഒരാത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. കത്തോലിക്ക സഭയിൽ ജീവന്റെ കുദാശകളുണ്ട്, പരിശുദ്ധ കുർബാനയുണ്ട്, വിശുദ്ധ കുംഭസാരം എന്ന കുദാശയുണ്ട്, മാമോസ എന്ന കുദാശയുണ്ട്, രോഗീ ലേപനമുണ്ട്. എല്ലാം നമുക്ക് നിത്യജീവൻ നൽകുന്ന കുദാശകളാണ്. കർത്താവ് സ്ഥാപിച്ച സഭ അത് കത്തോലിക്ക സഭയാണ്. വിശുദ്ധ പത്രോസ്ലീഹ വഴി സ്ഥാപിതമായ സഭ റോമിന്റെ കീഴിലുള്ള 24 വ്യക്തി സഭ അടങ്ങുന്ന റീത്തുകൾ അടങ്ങുന്ന കത്തോലിക്ക സഭയാണ്. സ്നേഹമുള്ളവരെ, സാത്താന്റെ ലക്ഷ്യം കത്തോലിക്ക സഭയിലേക്ക് അനേകർ വരാതിരിക്കുവാനും കത്തോലിക്ക സഭയിലുള്ള വ്യക്തികളെ സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പലരുടെ അകത്ത് വിഷം കുത്തിവെച്ച് അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അമ്മ കന്യകയല്ല, ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശം നൽകി. ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഒത്തിരി കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ ഈ ഒരു കെണി വെച്ചിട്ട്, ചില സഹോദരങ്ങളിലൂടെ ഈ ഒരു കെണി വെച്ചിട്ട് അകറ്റി ഇന്ന് സഭയുടെ പുറത്ത് മറ്റ് കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ഇന്ന് ഒത്തിരിയേറെ കൾട്ട് ഗ്രൂപ്പുകൾ വന്ന് തെറ്റായ സന്ദേശങ്ങൾ നൽകി അനേക സഭയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. കത്തോലിക്ക സഭയിലുള്ള സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, ഇന്ന് മരിച്ച് അഴുകാത്ത 100 കണക്കിന് വിശുദ്ധന്മാര് കത്തോലിക്ക സഭയിലുണ്ട്. 100-ന് മുകളിലാണ്. മരിച്ചടക്കിയിട്ട് 600 വർഷം കഴിഞ്ഞ്, 800 വർഷം കഴിഞ്ഞ്, ഒത്തിരിയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കല്ലറകൾ തുറന്നു നോക്കിയപ്പോൾ ആ ശരീരം അഴുകിയിട്ടില്ല. അങ്ങനെയുള്ള ഏക വിശ്വാസം സഭ അത് കത്തോലിക്ക സഭയാണ്. മാത്രമല്ല, കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാന അത് രക്തവും മാംസവുമായി മാറിയിട്ടുള്ളത് കത്തോലിക്ക സഭയിലാണ്. എത്രമാത്രം ദിവ്യകാരുണ്യ അത്ഭുതങ്ങള്, അടയാളങ്ങൾ ഈ ലോകം മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. എത്രമാത്രം എണ്ണിയാൽ തീരാത്തത്രയും അടയാളങ്ങള്, അത്ഭുതങ്ങൾ സഭ അംഗീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ മറ്റു വലിയൊരു അപകടമാണ് ചില ഒരു പ്രത്യേക കൾട്ട് ഗ്രൂപ്പ് ഇന്ന് വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ വലിയൊരു അടയാളമാണ്. അവർ ദൈവമാതാവ് ദൈവമാണ് എന്ന് പഠിപ്പിച്ചിട്ട് 1-ാം പ്രമാണ ലംഘനം ലംഘിക്കാൻ വേണ്ടി തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തെറ്റായ പ്രബോധനങ്ങളിലൂടെ ഇന്ന് സഭയിൽ നിന്ന് നമ്മളെ സാത്താൻ കെണിവെച്ച് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന്. ഒത്തിരി ഇതിനെ കെണിവെച്ചെന്ന് പറയാൻ കാരണം നമ്മളവരെ അവസാന കാലത്ത് വലിയ കെണിയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസത്യാഗം ഉണ്ടാകുക എന്നുള്ളത്. ഈശോ തന്നെ പറയുന്നുണ്ട്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേഷിക്കുകയും ചെയ്യും. പരസ്പരം വിശ്വാസത്യാഗത്തിന്റെ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മളവരെ കത്തോലിക്ക സഭ എന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് നമുക്കറിയാം. ഇന്ന് ഒത്തിരി കുടുംബങ്ങള് തെറ്റായ കൾട്ട് ഗ്രൂപ്പുകളിൽ പെട്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവ് 2-ാം വരവിനെ കുറിച്ച് തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ യേശുക്രിസ്തുവോടെ ഇടയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ
കൾട്ട് ഗ്രൂപ്പുകളുണ്ട്. സാത്താന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളെ അകറ്റാതെ സാത്താൻ ഒരിക്കലും കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. കാരണം കത്തോലിക്ക സഭയിലുള്ള ഒരു വിശ്വാസിക്ക് പരിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ, മാമോദിസയിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് സാത്താൻ അറിയാം. എത്ര വലിയ മാരകപാപിയാണെങ്കിലും പാപത്തെക്കുറിച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും നിത്യജീവൻ കിട്ടും. അതിനായി സാത്താൻ എടുക്കുന്ന വലിയ കെണിയാണ് ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന്, ജപമാല പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ അകറ്റുക. അതിന് ചില സഹോദരങ്ങളെ സാത്താൻ കൂട്ടുപിടിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അമ്മ കന്യകയല്ല, അമ്മ മുട്ടത്തോടാണ്, അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്, ഇങ്ങനെ തെറ്റായ പഠനങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായ ആശയങ്ങൾ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ചില വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അനേക ഹൃദയങ്ങളെ പരിശുദ്ധ അമ്മയെ അകറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. എനിക്കറിയാവുന്ന ഒത്തിരിയേറെ നല്ല കുടുംബങ്ങൾ കത്തോലിക്ക സഭയില് പരിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് സഭയിലില്ല. എനിക്ക് ഒത്തിരി കുടുംബങ്ങളെ അറിയാം. എന്തുകൊണ്ട് കൊഴിഞ്ഞുപോയി? ഈ തെറ്റായ വിഷം കേട്ട്. സ്നേഹമുള്ളവരെ, ചിലരുടെ ജോലി തന്നെ ഇതാണ്, ഇങ്ങനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഓർക്കേണ്ട കാലഘട്ടമാണ്. അവസാന കാലമാകും തോറും വ്യാജപ്രവാചകന്മാരുടെ എണ്ണം കൂടും. ഇപ്പൊ തന്നെ ഒത്തിരി ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്, പല ഗ്രൂപ്പുകളാണ്. സ്നേഹമുള്ളവരെ, ജീവനുണ്ടെങ്കിൽ, ശ്വാസമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പുറത്ത് പോകരുത്. ഇതൊരു അവസാന വാണിംഗ് പോലെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ഇന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ 13 വർഷമായി ഈ ആദ്യശുശ്രൂഷ രംഗത്തുള്ളപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകൾ സഭയിൽ നിന്ന് നമ്മൾ ഒത്തിരി കുടുംബങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അത് വർദ്ധിച്ച് ചില പ്രധാന കൾട്ട് ഗ്രൂപ്പുകൾ ഇന്ന് അനേകരെ സാത്താന് വേണ്ടി തടവിലാക്കി വെച്ചിരിക്കുകയാണ്. ചില ഗ്രൂപ്പ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് വഴിതെറ്റിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഇത്രയും ഞാൻ ആഗ്രഹിക്കുകയാണ്, സാത്താൻ അറിയാം പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളെ അകറ്റാതെ കത്തോലിക്ക സഭയിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ അമ്മ മാതാവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു ആത്മാവിനെ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് സത്യം വെളിപ്പെടുത്തി തിരിച്ചറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചേർത്തുകൊണ്ട് ആ ആത്മാവിന് നിത്യരക്ഷ നൽകുക എന്നുള്ളതാണ് പരിശുദ്ധ മാതാവ് നൽകുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചുരുക്കമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, സംഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെയാണ് കർത്താവ് രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ലോകത്തോട് ഒന്നേ പറയുന്നുള്ളൂ: മാനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മൾ പരിത്യാഗം ചെയ്യണം, പരിഹാരം ചെയ്യണം, നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. നമ്മൾ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്, വിശുദ്ധിയിൽ ജീവിക്കേണ്ട കാലഘട്ടമാണ്. കർത്താവ് പറഞ്ഞതുപോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ദൈവമാതാവ് ഫാത്തിമായിലും ലാസലേച്ചിലും മെഴുകുറിയായിലും ഗരബന്താളിലും നമ്മുടെ കേരളത്തിലെ കഞ്ചിക്കോട് റാണിച്ചേച്ചിയുടെ അടുത്തും ഓസാമിസ്റ്റിക്ക മാതാവ് എല്ലാം നൽകുന്ന സന്ദേശങ്ങളെല്ലാം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്നുള്ള സന്ദേശങ്ങളാണ്. ഇവിടെ ദൈവമാതാവ്, ഞാൻ ഓർക്കുകയാണ്, ഒരു അവസരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്, കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് നൽകിയിട്ടുള്ള
സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും അത് മുഴുവൻ കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് വിരൽ ചൂണ്ടുന്ന സന്ദേശങ്ങളാണ്. സഹോദരങ്ങളെ, ഞാൻ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് പരിശുദ്ധ ദൈവമാതാ സന്ദേശം നൽകിയ ഡയറിയിലെ 635 ഖണ്ഡിക, വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ഡയറി, നമുക്കറിയാം കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള ഡയറിയാണ് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ഡയറി. ഈ ഡയറിയിൽ പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് പറയുകയാണ്, 635 ഖണ്ഡികയിൽ പറയുകയാണ്, ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു. എന്നാൽ ഇപ്പോൾ നീ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. കണ്ടു, അമ്മ മാതാവ് 100 വർഷം മുമ്പേ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നീ ലോകത്തെ ഒരുക്കണം. ദൈവമാതാവ് വിശുദ്ധരിലൂടെ എല്ലാം, നമുക്കറിയാം കത്തോലിക്ക സഭയിൽ അംഗീകരിച്ച ഡയറിയാണ് വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ഡയറി. ഈ ഡയറിയിൽ ഉള്ള സന്ദേശങ്ങൾ അതിൻ്റെ ഒരു 70-80% വിരൽ ചൂണ്ടുന്നത് മുഴുവൻ കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തിലേക്കാണ്. നമ്മൾ ഈ ഡയറി വായിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവ കരുണയുടെ ശുശ്രൂഷകൾ. അമ്മ പറയുകയാണ്, അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. ആ ദിവസം എത്ര ഭയാനകമായിരിക്കും! നീതിയുടെ ദിവസം നിശ്ചയമാണ്. ഉഗ്രമായ ദൈവക്രോധത്തിന് ദിവസമാണത്. മാലാഖമാർ അതിന് മുന്നിൽ ഭയന്നു വിറയ്ക്കുന്നു. ദൈവ കരുണയുടെ ഈ സമയത്തു തന്നെ അവിടുത്തെ അനന്ത കാരുണ്യത്തെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ആ മഹാദിനത്തിൽ അനേകം ആത്മാക്കൾക്കായി നീ ഉത്തരം പറയേണ്ടി വരും. കണ്ടോ സഹോദരങ്ങളെ, ദൈവമാതാവ് കഞ്ചിക്കോട് റാണിച്ചേച്ചിയോട് പറയുകയാണ്, ഇതൊരു കൃപയുടെ കാലഘട്ടത്തിൻ്റെ അവസാന യുഗമാണ്. കൃപയുടെ കാലഘട്ടം അവസാനിക്കാറായി എന്ന് അമ്മ മാതാവ് പറയുകയാണ്. നമുക്കറിയാം മേഘാലയയിലുള്ള സിസ്റ്റർ ജിങ്സൂറിന് നൽകപ്പെട്ട സന്ദേശങ്ങൾ, അത് മേഘാലയയിലെ ബിഷപ്പ് അംഗീകരിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ്. അവിടെ കരുണയുടെ അവസാനം മണിക്കുന്ന പുസ്തകമുണ്ട്. ഇവിടെയെല്ലാം വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ഡയറിയിലും ഈ സന്ദേശങ്ങളെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം സ്വർഗം നമ്മളോട് പറയുന്നത്, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ, കൃപയുടെ ഒരു യുഗത്തിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഉണർന്നിരുന്ന് വിശുദ്ധിയോടുകൂടെ കുദാശകളോട് ചേർന്ന് കത്തോലിക്ക സഭയോട് ചേർന്ന് അനേകം ആത്മാക്കളെ നേടേണ്ട കാലഘട്ടമാണ്. ഇതൊരു വലിയ കൊയ്ത്തിൻ്റെ കാലഘട്ടമാണ്. പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഘോഷണത്തിലൂടെയും അനേകം ആത്മാക്കളെ യേശുവിനെ അറിയാത്ത, കർത്താവാണ് രക്ഷകൻ, ഏക സത്യദൈവം എന്നറിയാത്ത ആത്മാക്കളെ നേടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അമ്മ മാതാവിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, കർത്താവിന്റെ കരുണയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ, ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ യൂട്യൂബിൽ, ഈ ചാനലിൽ നമ്മുടെ ഈ ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. മറ്റൊന്നും വേണ്ടിയല്ല സഹോദരങ്ങൾ, നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് അറിയേണ്ട കാലഘട്ടമാണ്. ഇത് വലിയ ഒത്തിരിയേറെ പ്രഘോഷണ വിഷയമാണ്. നമ്മൾ ഈ ചാനലിൽ പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുള്ള പ്രബോധനങ്ങൾ മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ. ഇത് പറയാൻ കാരണം, ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകര് തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വലിയൊരു വിഷയമാണ് കർത്താവിന് രണ്ടാമത്തെ വരവെന്നുള്ള ഈ പ്രഘോഷണ വിഷയം. വളരെ സെൻസിറ്റീവാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്.
അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.